ഹലോ ഓൾ, നമ്മുടെ ബോർഡ് എക്സാമിങ് അടുത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ബോർഡ് എക്സാമിനേഷനായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദർശന അക്കാഡമിയുടെ കെമിസ്ട്രിയുടെ റിവിഷൻ സീരീസിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ കെമിസ്ട്രിയിലെ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സായ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, ഈ രണ്ട് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ബോർഡിന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസും കൺസെപ്റ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജിലായിട്ടൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ നോക്കിക്കേ, നിങ്ങളുടെ ബോർഡിന് ഏറ്റവും കൂടുതൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്കോർ വെയിറ്റേജിൽ നമുക്ക് പറയുന്നത്. കണ്ടോ, പ്രീവിയസ് ആയിട്ട് നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ ഈ ഭാഗത്ത് നിന്നുണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററായ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, നമുക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് വരുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് നോക്കിക്കേ, അതേപോലെ തന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് പോലെ തന്നെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഏറ്റവും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കൺസെപ്റ്റ് ഏതൊക്കെയെന്ന് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ബോർഡിൻ്റെ ക്വസ്റ്റ്യൻസും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ അല്ലേ? അപ്പോൾ ദേ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിലെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഒരു പാർട്ടിൽ നിന്ന് മെയിനായിട്ട് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്ക് നോക്കാം. ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +2. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ഇവരെല്ലാവരും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഓക്കെ, അതായത് ഇത് നോക്കിക്കേ, ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് കൺസിഡർ ചെയ്താൽ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെൻറ്റ്സ് കണ്ടോ, സ്കാൻഡിയം +3 ആണ്, ടൈറ്റാനിയം +2 മുതൽ +4. നമ്മൾ സെൻറ്ററിലുള്ള എലമെൻ്റായ മാംഗനീസ് നോക്കിക്കഴിഞ്ഞാൽ മാംഗനീസ് +2 മുതൽ +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ലാസ്റ്റ് നോക്കിയപ്പോൾ കണ്ടോ, സിങ്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാവരും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഓക്കെ, എങ്കിൽ അതിൽ തന്നെ നമുക്ക് പറയാം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത 2 കൂട്ടരുണ്ട്. ആരൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. ആരൊക്കെയാണ്? നമ്മുടെ സ്കാൻഡിയവും സിങ്കും. സ്കാൻഡിയം only shows +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് സിങ്ക് only shows +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇതിൽ തന്നെ ഏറ്റവും സെൻറ്ററിലുള്ള നമ്മുടെ എലമെൻ്റായ മാംഗനീസിൻ്റെ പ്രത്യേകത നോക്കിക്കേ, ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ 3D സീരീസിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻ്റ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ എന്ത് പറയാം? മാംഗനീസ് ആണ്. മാംഗനീസിൻ്റെ പ്രത്യേകത നോക്കിക്കേ, മാംഗനീസ് ഇവിടെ +2 മുതൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. കണ്ടോ, +2 മുതൽ +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ റീസൺ? അപ്പോൾ നമുക്ക് റീസൺ ഒന്ന് പരിചയപ്പെടാം. നോക്കിക്കേ, ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ നമുക്ക് പറയാം 3D സീരീസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയാം, ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് NS ഓർബിറ്റലിലും N-1 × D ഓർബിറ്റലിലും ആണ്. ഓക്കെ, ഈ NS ഓർബിറ്റലും N-1 × D ഓർബിറ്റൽസും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവായത് കൊണ്ടാണ് ഇവരെന്ത് കാണിക്കുന്നത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഒരു എലമെന്റ് തന്നെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ആ റീസൺ മെയിനായിട്ട് എല്ലാവരും നോട്ട് ചെയ്തോണം കേട്ടോ, റീസണിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ബോർഡിന്റെ ഒരു ചോദ്യം കൂടെ നോക്കാം. വൈ ഡു ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? കണ്ടോ, എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ റീസൺ? ഓക്കെ, അപ്പോൾ റീസൺ നമ്മൾ പറഞ്ഞു, കണ്ടോ, NS ആൻഡ് N-1 × D ഓർബിറ്റൽസിന്റെ എനർജി ഡിഫറൻസ് വളരെ കുറവായത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോദ്യം, നെയിം ദ എലമെന്റ് ഷോയിങ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എമംഗ് ഫസ്റ്റ് സീരീസ് ഓഫ് മെറ്റൽ ഫ്രം സ്കാൻഡിയം ടു സിങ്ക്. നമ്മുടെ 3D സീരീസ് അഥവാ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആരാണ് മാക്സിമം നമ്പർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു 3D സീരീസിൽ മാക്സിമം നമ്പർ കാണിക്കുന്ന എലമെന്റ് ആരാണ്? മാംഗനീസ്. മാംഗനീസിൻ്റെ പ്രത്യേകത കണ്ടോ, +2 മുതൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? നെയിം ദ എലമെന്റ് വിച്ച് ഷോസ് only +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞു 3D സീരീസിലെ നമ്മുടെ ഫസ്റ്റ് മെമ്പർ ആരാണ്? സ്കാൻഡിയം only shows +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ആൻസർ ആരാണ്? കണ്ടോ, സ്കാൻഡിയം only +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന ചോദ്യം. കണ്ടോ, +3 മാത്രം കാണിക്കുന്ന എലമെന്റ് ആരാണ്? സ്കാൻഡിയം ആണ്.
അതുപോലെ തന്നെ നമുക്ക് പറയാം കണ്ടോ 3D സീരീസിൽ ഒള്ളി +2 എന്ന് ചോദിച്ചാൽ നമുക്ക് ആര് പറയാം കണ്ടോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ ഒള്ളി +2 സിങ്ക് ആണ് നമ്മുടെ എലമെന്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അതായത് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ എലമെന്റ്സും ഏത് മാഗ്നറ്റിസം ആണ്, പാരാമാഗ്നറ്റിക് നേച്ചറാണ്. മാഗ്നറ്റിസം മെയിനായിട്ട് നമുക്ക് പാരാമാഗ്നറ്റിസം ഉണ്ട്, ഡയാമാഗ്നറ്റിസം ഉണ്ട്. അപ്പം മിക്ക ട്രാൻസിഷൻ എലമെന്റും പാരാമാഗ്നറ്റിക് നേച്ചറാണ്. അതിന് കാരണം പഠിച്ചോണം, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഡി ഇലക്ട്രോൺ. അപ്പോൾ പാരാമാഗ്നറ്റിസത്തിന് കാരണം ആരാണ്? അൺപെയ്ഡ് ഡി ഇലക്ട്രോൺസ് ആണ് ഏത് മാഗ്നറ്റിസം? ഓക്കെ, പാരാമാഗ്നറ്റിസത്തിന് കാരണം. ഈ അൺപെയ്ഡ് ഡി ഇലക്ട്രോൺ അഥവാ ഇവരുടെ എണ്ണം കൂടുന്തോറും നമുക്ക് പറയാം ഇവരുടെ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കണ്ടോ, അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യുന്തോറും നമുക്ക് പറയാം ഇവരുടെ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ മാഗ്നറ്റിക് മൊമെന്റ് അഥവാ സ്പിന്നുള്ള ഈ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മാഗ്നറ്റിക് മൊമെന്റ് mu is equal to √n into n+2. Its unit is Bohr magneton, where n is the number of unpaired electron. കണ്ടോ, n എന്ന് പറയുന്നത് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം സ്കാൻഡിയം 3+, ടൈറ്റാനിയം 4+. ഈ രണ്ട് എലമെന്റ്സിന്റെയും കോൺഫിഗറേഷൻ നോക്കിയാൽ സ്കാൻഡിയത്തിൽ നിന്ന് 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ d0 കോൺഫിഗറേഷൻ ആണ്. ടൈറ്റാനിയത്തിൽ നിന്ന് 4 റിമൂവ് ചെയ്താൽ കണ്ടോ d0 കോൺഫിഗറേഷനാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ Cu+, Zn2+, കാഡ്മിയം 2+. ഇവർക്ക് എല്ലാവർക്കും കണ്ടോ ഇതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ നമുക്ക് d10 കോൺഫിഗറേഷനാണ് വരുന്നത്. അപ്പോൾ d0യും d10ഉം വന്നാൽ നമുക്ക് പറയാം ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല, ആബ്സെന്റ് ആണ്. എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആണ്. അതുകൊണ്ട് ഇവരെല്ലാവരും ഏത് മാഗ്നറ്റിസം ആയിരിക്കും? ഡയാമാഗ്നറ്റിക്കം അല്ലെങ്കിൽ പറയാം ഡയാമാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ D1 മുതൽ നിങ്ങൾ അയോണിക് സ്റ്റേറ്റിൽ D1 മുതൽ D9 വരെ കോൺഫിഗറേഷൻ ആണെങ്കിൽ അവർ പാരാമാഗ്നറ്റിസം ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് കളർ. കളറിന്റെ പ്രത്യേകത നമുക്കറിയാം, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ എലമെന്റ്സ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കും. ഓക്കെ, അവരുടെ സോളിഡ് സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും. ഈ കളറിന്റെയും റീസൺ നമ്മളിപ്പോൾ പറഞ്ഞ അൺപെയ്ഡ് ഡി ഇലക്ട്രോണും അവിടെ നടക്കുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? DD ട്രാൻസിഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട വേർഡാണ് DD ട്രാൻസിഷൻ കേട്ടോ. ഓക്കെ, എങ്കിൽ എന്താണ് DD ട്രാൻസിഷൻ എന്നും കൂടെ നമുക്ക് നോക്കാം. എന്താ DD ട്രാൻസിഷൻ? അതായത് ഈ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ത് ചെയ്യും? ദേ ഹാവ് എ പ്രോപ്പർട്ടി ടു അബ്സോർബ് സർട്ടൈൻ റേഡിയേഷൻ ഫ്രം വിസിബിൾ റീജിയൻ. അവരൊരു വിസിബിൾ റീജിയനിൽ നിന്ന് സർട്ടൈൻ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. അതിൻ്റെ ആൻഡ് എക്സിബിറ്റ് ദെയർ കോംപ്ലിമെന്ററി കളർ. അതിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും. അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ അതിൽ തന്നെ നമുക്ക് പറയാം അപ്പോൾ കളറിന് കാരണം ആ പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കാം? കണ്ടോ, വിസിബിൾ ലൈറ്റിൽ നിന്ന് അവർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ അവർ ലോവർ ലെവൽ ഡി ഓർബിറ്റൽ നിന്ന് ഹയർ ലെവൽ ഡി ഓർബിറ്റലിലേക്ക് എക്സൈറ്റ് ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് DD ട്രാൻസിഷൻ. അപ്പോൾ കളറിന് കാരണം നമ്മുടെ ഏത് പ്രോസസ്സാണ്? DD ട്രാൻസിഷനും അതുപോലെ തന്നെ അൺപെയ്ഡ് ഡി ഇലക്ട്രോൺസും ആണ്. ഓക്കെ, എങ്കിൽ അതിൽ തന്നെ നമുക്ക് പറയാം ട്രാൻസിഷൻ എലമെന്റ്സിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആർക്കൊക്കെ വരുന്നോ? അതായത് കുറച്ചു മുമ്പ് പറഞ്ഞ D0 D10 ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ കണ്ടോ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് വെച്ചാൽ D10 അല്ലെങ്കിൽ empty ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഒക്കെ വരുന്നവരെല്ലാവരും എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ D1 മുതൽ D9 കോൺഫിഗറേഷൻ വരുന്ന കോമ്പൗണ്ട്സേ എന്ത് ഫോം ചെയ്യിക്കുള്ളൂ? കളർ ഫോം ചെയ്യിക്കുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോണം. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത പ്രോപ്പർട്ടി, നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് മിക്കവരും കണ്ട കാറ്റലിറ്റിക് ആക്ടിവിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്ക് റീസൺ പഠിച്ചോണം. ദേ ഹാവ് എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കണ്ടോ, ട്രാൻസിഷൻ എലമെന്റ്സിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ സാധിക്കും. ഇതാണ് ഇവരുടെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിക്ക് റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. എങ്കിൽ ആരൊക്കെയാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം നോക്കിക്കേ. ഓസ്ട്രോൾ പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ആയിട്ട് പ്ലാറ്റിനം യൂസ് ചെയ്യും. അമോണിയയുടെ മാനുഫാക്ചറായ ഹേബർ പ്രോസസ്സിൽ ആരാണ് കാറ്റലിസ്റ്റ്? അയൺ ആണ് യൂസ് ചെയ്യണത്. ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ അഥവാ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെ സാച്ചുറേറ്റഡ് ആക്കാൻ നമ്മൾ നിക്കൽ കാറ്റലിസ്റ്റ്. കോണ്ടാക്ട് പ്രോസസ്സിൽ സൾഫ്യൂരിക് ആസിഡിനെ മാനുഫാക്ചർ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ ആരാണ്? വനേഡിയം പെന്റോക്സൈഡ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച നമ്മുടെ 3 പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബോർഡിനെ. എക്സ്പ്ലെയിൻ ഗിവിംഗ് റീസൺ. ട്രാൻസിഷൻ മെറ്റൽസ് ആൻഡ് മെനി ഓഫ് ദെയർ കോമ്പൗണ്ട് ഷോ പാരാമാഗ്നറ്റിക് ബിഹേവിയർ. നമ്മളിപ്പോൾ പഠിച്ചു മിക്കവരും പാരാമാഗ്നറ്റിസ് ആണ്. അതിന് കാരണം എന്താണ്?
പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഡി ഇലക്ട്രോൺസ് കേട്ടോ. പാരാമാഗ്നറ്റിസത്തിന് കാരണം എന്താണ്? പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഡി ഇലക്ട്രോൺ. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം, ദ ട്രാൻസിഷൻ മെറ്റൽ ജനറലി ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ഇപ്പൊ പറഞ്ഞു കളറിന് കാരണം രണ്ട് വേർഡ് എഴുതിയാൽ മതി, അൺപെയ്ഡ് ഡി ഇലക്ട്രോണും അവിടെ നടക്കുന്ന ആ പ്രോസസ്സും മെൻഷൻ ചെയ്തോണം. എന്താണ്? ഡി ട്രാൻസിഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ട്രാൻസിഷൻ മെറ്റൽസ് ആൻഡ് ദെയർ മെനി കോമ്പൗണ്ട്സ് ആക്ട് ആസ് ഗുഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്ക് കാരണം എന്താണ്? ദേ ഹാവ് എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് ഇവർക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യിക്കാൻ സാധിക്കും. ഇതാണ് ഇവരുടെ എന്തിന് കാരണം? കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്ക് കാരണം. അപ്പോൾ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സും എല്ലാവരും ഓക്കെ അല്ലേ? ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ 4 പ്രോപ്പർട്ടീസ് ആണ്. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കളറ്, മാഗ്നറ്റിസം, ഓക്കെ, കാറ്റലിറ്റിക് ആക്ടിവിറ്റി, 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ആയ ഡി ബ്ലോക്ക് എലമെന്റ്സിലെ 2 പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് ആയ ക്രോമിയോ മാംഗനീസും ഫോം ചെയ്യുന്ന 2 കോമ്പൗണ്ട്സ് ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റും. നിങ്ങൾ ഓർഗാനിക് റിയാക്ഷൻ എല്ലാം പഠിച്ചു. 2 സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും. ഓക്കെ, എങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്ന ക്രോമിയത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതിന്റെ മാനുഫാക്ചർ, നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നിർമ്മിക്കുന്നത് ക്രോമൈറ്റോറിൽ നിന്നാണ്. അതിന്റെ ഫോർമുലയും പ്രത്യേകം ഓർത്തോണം. ആരാണ് ക്രോമൈറ്റോർ? FeCr2O4 വിളിക്കുന്ന പേരാണ് ക്രോമൈറ്റോർ. അപ്പോൾ ഇവരുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് 2 മാർക്കിന് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് പ്രത്യേകം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്രോമൈറ്റോറിനെ സോഡിയം കാർബണേറ്റും എയർ അഥവാ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് നോക്കിക്കേ. ക്രോമൈറ്റോർ ആണ് ഇത്, ക്രോമൈറ്റോറിനെ സോഡിയം കാർബണേറ്റും എയർ അഥവാ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ സോഡിയം ക്രോമേറ്റ് ആക്കും. കണ്ടോ, ക്രോമൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു, പ്രത്യേകം ശ്രദ്ധിച്ചോണം, സോഡിയം ക്രോമേറ്റ് അല്ലെങ്കിൽ പറയാം Cr2O4, അതാണ് ക്രോമേറ്റ് അയൺ. അപ്പം നമ്മൾ കണ്ട ക്രോമൈറ്റോറിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ സോഡിയം ക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ കിട്ടിയ സോഡിയം ക്രോമേറ്റിലെ ക്രോമേറ്റ് അയോണിന്റെ കളർ അഥവാ Cr2O4 കളർ പ്രത്യേകം പഠിച്ചോണം, യെല്ലോ കളറാണ്. ഈ സോഡിയം ക്രോമേറ്റിനെ നമ്മൾ ഫിൽറ്റർ ചെയ്യും. അതിനുശേഷം സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് അസിഡിഫിക്കേഷൻ നടത്തും. അങ്ങനെ അസിഡിഫിക്കേഷൻ നടത്തുമ്പോൾ നമ്മുടെ ക്രോമേറ്റ് അയോൺ ആരായിട്ട് കൺവേർട്ട് ചെയ്യും? കണ്ടോ, ഓറഞ്ച് കളറുള്ള ഡൈക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ക്രോമേറ്റിനെ അസിഡിഫിക്കേഷൻ നടത്തി എന്താക്കി മാറ്റി? ഡൈക്രോമേറ്റ്, ദാറ്റ് ഈസ് Na2Cr4നെ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് ആരാക്കി മാറ്റി? Na2Cr2O7. ഡൈക്രോമേറ്റിന്റെ കളർ വെരി ഇമ്പോർട്ടൻറ്റ്, ഓറഞ്ച് അഥവാ Cr2O7 2- വിളിക്കുന്ന പേരാണ് നമ്മുടെ ഡൈക്രോമേറ്റ് അയോൺ. ഓക്കെ അല്ലേ? ഈ ഡൈക്രോമേറ്റിന് നമ്മൾ എന്ത് ചെയ്യും? കണ്ട, ഓറഞ്ച് ക്രിസ്റ്റൽ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്തു ഡൈക്രോമേറ്റ് അയോൺ. ഓക്കെ, ഇപ്പം നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് ആണ് കിട്ടിയത്. നമുക്ക് വേണ്ടത് ആരാണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടാൻ ഇതിനെ പൊട്ടാസ്യത്തിന്റെ സാൾട്ടായ പൊട്ടാസ്യം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ സോഡിയം റീപ്ലേസ് ചെയ്ത് ആര് വന്നു? പൊട്ടാസ്യം വന്നു. പ്രോഡക്റ്റ് കണ്ടോ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, അപ്പം നമ്മൾ അവരുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്ന കളർ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഏത് കളറാണ്? ഓറഞ്ച് റെഡ് കളറാണ്. അതുപോലെ തന്നെ 1 മാർക്കിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഡീകമ്പോസിഷൻ ആക്ഷൻ. അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ സ്ട്രോങ് ഹീറ്റ് ചെയ്താൽ പൊട്ടാസ്യം ക്രോമേറ്റും കണ്ടോ Cr2O3 ഓക്സിജനുമായിട്ടും കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓക്സിഡൈസിങ് ആക്ഷൻ ഏത് മീഡിയത്തിലാണ്? ഒൺലി ഇൻ അസിഡിക് മീഡിയത്തിൽ കേട്ടോ. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ ഇത് ആരെയൊക്കെ ഓക്സിഡേഷൻ നടത്തും? നമുക്ക് നോക്കാം. അയഡൈഡിനെ അയഡിനാക്കും. അതുപോലെ തന്നെ H2Sനെ സൾഫറായിട്ട് ഓക്സിഡേഷൻ നടത്തും. ഫെറസ് സാൾട്ടിനെ Fe2+നെ ഓക്സിഡേഷൻ നടത്തി ആരാക്കി മാറ്റും? Fe3+ ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഓക്കെ, എങ്കിൽ ഇതിലെ 2 പേരുടെയും സ്ട്രക്ചറും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ സ്ട്രക്ചർ വരക്കാൻ ചോദിക്കാറുണ്ട്. ക്രോമേറ്റ് അയോൺ അഥവാ Cr4 2-. ഏത് കളറാണ് നമ്മളിപ്പോൾ പറഞ്ഞു? കണ്ടോ, യെല്ലോ കളർ. കണ്ടോ, ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഡൈക്രോമേറ്റ് നോക്കിക്കേ, അഥവാ Cr2O7 2-. കണ്ടോ, ഓറഞ്ച് കളറാണ്, ഓറഞ്ച് റെഡ്. കണ്ടോ, ഓറഞ്ച് റെഡ് കളേർഡാണ് ഡൈക്രോമേറ്റ് അയോൺ. ഡൈക്രോമേറ്റിൽ ശ്രദ്ധിച്ചോണം സ്ട്രക്ചർ
അവരിൽ നോക്കിക്കേ, രണ്ട് ക്രോമിയത്തിൻ്റെ ആദ്യത്തെ ക്രോമിയത്തിൻ്റെ ടെർമിനൽ പൊസിഷനിൽ 3 ഓക്സിജൻ, അടുത്ത ക്രോമിയത്തിൻ്റെ ടെർമിനൽ പൊസിഷനിൽ 3 ഓക്സിജൻ. അവ രണ്ട് ക്രോമിയ ആറ്റത്തിനെ കണക്ട് ചെയ്ത ഒരു ബ്രിഡ്ജ് പോലെ ഒരു ഓക്സിജൻ, അഥവാ CR ആ ബോണ്ട് ആംഗിളും പ്രത്യേകം പഠിച്ചോണം, 126 ഡിഗ്രി. ഓക്കെ, ബോണ്ട് ലെങ്ത് നോക്കിക്കോണം. ക്രോമിയം ഓക്സിജൻ കണ്ടോ, സെൻറ്ററിലെ ക്രോമിയം ഓക്സിജൻ ബോണ്ട് ലെങ്ത് 170 പൈക്കോമീറ്ററും നമ്മുടെ ടെർമിനൽ പൊസിഷനിൽ വരുന്ന ക്രോമിയം ഓക്സിജൻ ബോണ്ട് ലെങ്ത് എത്രയായിരിക്കും? 163 പൈക്കോമീറ്ററുമാണ്. ഓക്കെ, എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബോർഡിന് നമ്മുടെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന് വന്നൊരു ചോദ്യമാണ്. വെൻ ക്രോമൈറ്റോർ ഈസ് ഫ്യൂസ്ഡ് വിത്ത് സോഡിയം കാർബണേറ്റ് ഇൻ ഫ്രീ ആക്സസ് ഓഫ് എയർ ദ പ്രോഡക്റ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, എ യെല്ലോ സൊല്യൂഷൻ ഓഫ് കോമ്പൗണ്ട് എ ഈസ് ഒബ്റ്റൈൻഡ്. നമ്മളിപ്പോൾ പറഞ്ഞു, ക്രോമൈറ്റോറിനെ സോഡിയം കാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന യെല്ലോ സൊല്യൂഷൻ ആരാണ്? യെല്ലോ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ആദ്യം ക്രോമൈറ്റോർ കണ്ട ആരായിട്ട് കൺവേർട്ട് ചെയ്യും? ക്രോമൈറ്റോറിനെ നമ്മൾ കണ്ട സോഡിയം കാർബണേറ്റും എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്രോമൈറ്റോർ ആരായിട്ട് മാറും? ക്രോമൈറ്റോർ ഈസ് കൺവേർട്ടഡ് ടു, നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞതാണ് കണ്ടോ, ക്രോമൈറ്റോർ ആരായിട്ട് കൺവേർട്ട് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ക്രോമൈറ്റോർ സോഡിയം ക്രോമേറ്റ് ആയിട്ട് കണ്ട, ക്രോമൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു സോഡിയം ക്രോമേറ്റ്. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് പറയാം? Na2CrO4 കണ്ട, ആ കോമ്പൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്, Na2CrO4. ഓക്കെ, ഓക്കെ, അടുത്തതാരാണ്? ബി ആരെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, യെല്ലോ സൊല്യൂഷൻ ഓഫ് എ ഈസ് ഒബ്റ്റൈൻഡ് ഓൺ അസിഡിഫൈയിങ് യെല്ലോ സൊല്യൂഷൻ വിത്ത് സൾഫ്യൂരിക് ആസിഡ് കോമ്പൗണ്ട് ബി ഈസ് ക്രിസ്റ്റലൈസ്ഡ്. നമ്മൾ പറഞ്ഞു സോഡിയം ക്രോമേറ്റിനെ അസിഡിഫിക്കേഷൻ നടത്തിയാൽ ആര് കിട്ടും? സോഡിയം ഡൈക്രോമേറ്റ്, Na2Cr2O7. ഓക്കെ, എങ്കിൽ ബി ഈസ് ട്രീറ്റഡ് വിത്ത് KCl, പൊട്ടാസ്യം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ബി കണ്ടോ ഓറഞ്ച് ക്രിസ്റ്റൽസ് ഓഫ് സി ഫോം ചെയ്തു. അപ്പോൾ കണ്ടോ സോഡിയത്തിനെ റീപ്ലേസ് ചെയ്ത് പൊട്ടാസ്യം അയോൺ വന്ന്, അപ്പോൾ പ്രോഡക്റ്റ് ആര് ഫോം ചെയ്ത്? K2Cr2O7. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ എയും ബിയും സിയും ഐഡൻറ്റിഫൈ ചെയ്യാനും ആ റിയാക്ഷൻസ് എഴുതാനും. അപ്പോൾ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ഇപ്പം ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത കോമ്പൗണ്ടിലായിട്ട് നമുക്ക് പരിചയപ്പെടാം. അടുത്ത നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്, അഥവാ KMnO4. ഇവിടെയും ശ്രദ്ധിച്ചോണം, ഇത് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പക്ഷേ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രത്യേകത അതിന്റെ ഓക്സിഡൈസിങ് ആക്ഷൻ അസിഡിക് മീഡിയത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഓക്സിഡൈസിങ് ആക്ഷൻ നമുക്ക് അസിഡിക് മീഡിയത്തിലും ആൽക്കലൈൻ അതുപോലെ തന്നെ ന്യൂട്രൽ മീഡിയത്തിലും ഇത് കണ്ട ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതേ നോക്കിക്കേ, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ നിർമ്മിക്കുന്നത് MnO2 അഥവാ ഓറിൻ്റെ പേര് പഠിച്ചോണം, പൈറോലുസിറ്റ് ഓറിൽ നിന്നാണ്. ഏത് ഓറിൽ നിന്നാണ്? പൈറോലുസിറ്റ് ഓർ അഥവാ ഫോർമുല MnO2. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പൈറോലുസിറ്റ് ഓറിനെ ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ് KOH അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എക്സോസ് എയറിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള പൊട്ടാസ്യം മാംഗനേറ്റ്. ആ പേര് പഠിച്ചോണം, കാരണം പൈറോലിസിറ്റ് ഓർ ഫസ്റ്റ് സ്റ്റെപ്പിൽ KOHും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് പൊട്ടാസ്യം മാംഗനേറ്റ് ഫോം ചെയ്യും. ഈ പൊട്ടാസ്യം മാംഗനേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നേ ക്ലോറിൻ ഗ്യാസ് കടത്തിവിടും, അല്ലെങ്കിൽ ഓസോൺ ആയിട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ നടത്തി നമുക്ക് ആര് നിർമ്മിക്കാം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കാം. ഇതേ നോക്കിക്കേ, പൈറോലിസിറ്റ് ഓർ KOHും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കണ്ടോ ആര് ഫോം ചെയ്ത്? പൊട്ടാസ്യം മാംഗനേറ്റ്. കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടോ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള കളർ പ്രത്യേകം ഓർത്തോണം കേട്ടോ, ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള പൊട്ടാസ്യം മാംഗനേറ്റ് ഫോം ചെയ്തു. ഈ പൊട്ടാസ്യം മാംഗനേറ്റ് അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 2 നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, 2 അല്ല നമുക്ക് 3 മെത്തേഡ് പറയാം. സ്റ്റെപ്പ് 2 ഈ കിട്ടിയ പൊട്ടാസ്യം മാംഗനേറ്റിലേക്ക് ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ടാൽ KClഉം പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടും, അല്ലെങ്കിൽ അതിനെ ഓസോണും വാട്ടറായിട്ട് റിയാക്ട് ചെയ്താലും പ്രോഡക്റ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ഈ കിട്ടിയ പൊട്ടാസ്യം മാംഗനേറ്റ് അഥവാ K2MnO4. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം കണ്ടോ നമ്മുടെ ഈ പെർമാംഗനേറ്റ് അയൺ ഇവിടെ K2MnO4ൻ്റെ അകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട MnO4 2- ആണ്. കണ്ട K2MnO4 എന്ന് വെച്ചാൽ MnO4 2- മാംഗനേറ്റ് അയോൺ എന്ന് വിളിക്കണം. ഇതിൻ്റെ കളറാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രീൻ കളർ. ഓക്കെ, ഈ മാംഗനേറ്റ് അയോണിനെ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ ചെയ്താലും
ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ ചെയ്താൽ നമുക്ക് പെർമാംഗനേറ്റ് അയോൺ കിട്ടും. അഥവാ ആര് നിർമ്മിക്കാൻ സാധിക്കും? പൊട്ടാസ്യം പെർമാംഗനേറ്റ് കേട്ടോ. MnO4 മൈനസിനെ വിളിക്കുന്ന പേരാണ് പെർമാംഗനേറ്റ് അയോൺ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇവരുടെ പ്രോപ്പർട്ടി പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു പർപ്പിൾ കളേർഡ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ആൽക്കലൈൻ, ന്യൂട്രൽ ആൻഡ് അസിഡിക് സൊല്യൂഷൻ. കണ്ടോ, 3 മീഡിയത്തിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്താൽ കണ്ടോ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ആര് കിട്ടും? പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടും. അടുത്ത പ്രോഡക്റ്റ് ആയിട്ട് MnO2 ഓക്സിജൻ ഗ്യാസും കിട്ടും. ഓക്കെ, ഇത് ഇവരുടെ ഡീകമ്പോസിഷൻ ആക്ഷനും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി ഇവരുടെ സ്ട്രക്ചറാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു മാംഗനേറ്റ് അയോൺ അഥവാ MnO4 2- ഗ്രീൻ കളറാണ്. ഇതിനും ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ. സിമിലർലി പെർമാംഗനേറ്റ് അയോൺ മാറിപ്പോരുത്, MnO4 1- ആണ്. ഇതിന് ഏത് കളറാണ്? പർപ്പിൾ കളർ. ഇവിടെയും ഏത് സ്ട്രക്ചർ തന്നെ? ടെട്രാഹിഡ്രൽ സ്ട്രക്ചറാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരുടെയും സ്ട്രക്ചർ എല്ലാവരും വരച്ച് പഠിച്ചോണം. ഇനി ഇവരുടെ ഓക്സിഡൈസിങ് ആക്ഷനാണ്. ഓക്സിഡൈസിങ് ആക്ഷനിൽ നമ്മൾ പറയുന്നത് ആസിഡിക് മീഡിയത്തിൽ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിൽ ആരെയൊക്കെ ഓക്സിഡേഷൻ നടത്തും? ഫെറസ് സാൾട്ടിനെ ഓക്സിഡേഷൻ നടത്തി. കണ്ട, Fe2+നെ ഓക്സിഡേഷൻ നടത്തി Fe3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. ഫെറസ് സാൾട്ടിനെ ആരാക്കി മാറ്റും? ഫെറിക് സാൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അസിഡിക് മീഡിയത്തിൽ MnO4- അഥവാ പെർമാംഗനേറ്റ് അയോൺ ഈസ് കൺവേർട്ടഡ് ടു Mn2+. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റ് അയോൺ ആരായിട്ട് കൺവേർട്ട് ചെയ്യും? Mn2+. ഓക്കെ, എങ്കിൽ ഇതേ അസിഡിക് മീഡിയത്തിൽ നമുക്ക് പറയാം ഇറ്റ് ഓക്സിഡൈസസ് അയഡൈഡ് ടു അയഡിൻ. അയഡൈഡിനെ ഓക്സിഡേഷൻ നടത്തി. I- ആണ് കേട്ടോ. I- ഇതാണ് അയഡൈഡ്. ഇതേ അസിഡിക് മീഡിയത്തിൽ ഇത് I- അഥവാ അയഡൈഡിനെ ഓക്സിഡേഷൻ നടത്തി I2 ആക്കി മാറ്റും. സിമിലർലി അസിഡിക് മീഡിയത്തിലെല്ലാം MnO4- ആരായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം? Mn2+ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ ന്യൂട്രൽ അഥവാ ആൽക്കലൈൻ മീഡിയത്തിൽ ചോദിച്ചാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അസിഡിക് മീഡിയത്തിൽ അയഡൈഡിനെ അയഡിനായിട്ട് കൺവേർട്ട് ചെയ്യും. ന്യൂട്രൽ അഥവാ ആൽക്കലൈൻ മീഡിയത്തിൽ അയഡൈഡിനെ അയഡൈറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. കണ്ടോ, I- ഈസ് കൺവേർട്ടഡ് ടു IO3- അഥവാ അയഡൈറ്റ്. ഓക്കെ, ഇവിടെ ന്യൂട്രൽ അഥവാ ആൽക്കലൈൻ മീഡിയത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. MnO4- ഈസ് കൺവേർട്ടഡ് ടു MnO2 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണം. അസിഡിക് മീഡിയത്തിൽ Mn2+ ആണ്. ന്യൂട്രൽ അഥവാ ആൽക്കലൈൻ മീഡിയത്തിൽ MnO2 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവരുടെ ഓക്സിഡേഷൻ നമ്പരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ അല്ലേ? എങ്കിൽ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് സാധാരണ വരുന്നതാണ്. നമുക്ക് നോക്കാം. അസേർഷൻ ചോദിച്ചിരിക്കുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസസ് ഓക്സാലിക് ആസിഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഇറ്റ് സെൽഫ് ചേഞ്ചസ് ടു Mn2+ അയോൺ. കണ്ടോ, ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസിഡിക് മീഡിയത്തിലാണ്. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ നമ്മളിപ്പോൾ പഠിച്ചു MnO4 ആരായിട്ടാണ് കൺവേർട്ട് ചെയ്യണം? Mn2+. അപ്പോൾ അത് ശരിയാണ്. ഓക്സാലിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിൽ ഫെറസ് സാൾട്ടിനെ ഫെറിക് ആക്കും, അയഡൈഡിനെ അയഡിനാക്കും. അതുപോലെ തന്നെ ഓക്സാലിക് ആസിഡിലുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, C2O4 2- ഓക്സലേറ്റ് അയോൺ ആണുള്ളത്. ഓക്സലേറ്റ് അയോണിനെ ഓക്സിഡേഷൻ നടത്തി ആരാക്കി മാറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. ഓക്കെ, ഇവിടെ +3 നിന്ന് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് റീസൺ ആയിട്ട് പറയുന്ന കാര്യം എന്താണ്? KMnO4 ആക്ട് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ്. കറക്റ്റ് അല്ലേ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ടാണ് ഓക്സാലിക് ആസിഡിനെ ഓക്സിഡേഷൻ നടത്തി. കണ്ടോ, ഓക്സിഡൈസിങ് ഏജന്റ്. കണ്ടോ, ഓക്സാലിക് ആസിഡിൻ്റെ അകത്ത് നമുക്ക് പറയാം ഇവിടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കണ്ടോ, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. +3 നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയപ്പോൾ +4 ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്സാലിക് ആസിഡിനെ ഓക്സിഡേഷൻ നടത്തി സ്വയം നമ്മുടെ പെർമാംഗനേറ്റ് അയോൺ റെഡ്യൂസ് ചെയ്ത് ആരായിട്ട് മാറി? Mn2+. കണ്ടോ, ഇപ്പോൾ റീസൺ ആയിട്ട് പറഞ്ഞത് KMnO4 ആക്ടേഴ്സ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ റീസണും കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എന്ത് പറയാം? കണ്ടോ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത നമ്മുടെ F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. നമുക്കറിയാം എന്താണ് F ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലന്ധാനത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സിനെ നമ്മൾ ലാന്തനൈഡ് എന്നും അറ്റോമിക് നമ്പർ 89 ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സിനെ നമ്മൾ ആക്ടിനോയിഡ്സ് എന്നും വിളിക്കും. ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സ് അവരെയാണ് നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ F ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കണ്ടോ പ്രത്യേക
സെപ്പറേറ്റ് പൊസിഷനിലാണ്, കണ്ട താഴെയാണ് നമ്മൾ ആരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന പാർട്ടിൽ നിന്ന് ഏറ്റവും അധികം നമുക്ക് കൺസെപ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഇവരുടെ റേഡിയസ് ആയിട്ട് ബന്ധപ്പെട്ട പാർട്ടിൽ നിന്നാണ്. ഓക്കെ, അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയം. നമ്മുടെ ലാന്തനൈഡിന്റെ റേഡിയസ് കൺസിഡർ ചെയ്താൽ ലാന്തനൈഡ് സീരീസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ഇവരുടെ അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യും, അഥവാ സൈസ് ഡിക്രീസ് ചെയ്യും എന്ന് പറയാം. അതിന് കാരണമായ പ്രോസസ്സാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. ഏറ്റവും പ്രധാന കൺസെപ്റ്റ് ആണ്. ഓക്കെ, എങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലാന്തനൈഡ് കൺട്രാക്ഷൻ, ഈ സൈസ് കുറയാനുള്ള റീസൺ പഠിച്ചോണം. ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് ഓഫ് 4f ഇലക്ട്രോൺ. അപ്പോൾ പുവർ ഷീൽഡിംഗ് എന്ന് പറയാം, നമുക്ക് റീസൺ പറയാം. പുവർ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഷീൽഡിംഗ് എഫക്റ്റ് അഥവാ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പുവർ സ്ക്രീനിങ് എഫക്റ്റ്. ഇപ്പൊ ലാന്തനൈഡ് കൺട്രാക്ഷന് കാരണം എന്താണ്? പുവർ ഷീൽഡിംഗ് ഓഫ് 4f ഇലക്ട്രോൺ അഥവാ 4f ഇലക്ട്രോണിന്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് അഥവാ പുവർ സ്ക്രീനിങ് എഫക്റ്റ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ലാന്തനൈഡിൽ ഇലക്ട്രോൺ, നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് നമ്മുടെ 6s അല്ലേ. ഓക്കെ, നമ്മുടെ ഇന്നർ ഷെല്ലും ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺ ആയ 6s തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷന്റെ ഇടയിൽ നമ്മുടെ ഇന്നർ ഷെല്ലായ 4f ഇലക്ട്രോൺ ഒരു സ്ക്രീൻ അഥവാ ഷീൽഡ് പോലെ ആക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്രീനിങ് എഫക്റ്റ് അഥവാ ഷീൽഡിംഗ് എഫക്റ്റ്. ഈ ലാന്തനൈഡിന്റെ കേസിൽ നമ്മുടെ ഇന്നർ ഷെല്ലായ 4f ഇലക്ട്രോണിന് ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷന്റെ ഇടയിൽ ഒരു സ്ക്രീൻ അഥവാ ഷീൽഡ് പോലെ ആക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്ക്രീൻ പോലെ ആക്ട് ചെയ്യാൻ പറ്റാത്തത് മൂലം എന്ത് പറ്റും? നമ്മുടെ ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണായ 6s ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അട്രാക്ഷൻ കൂടിയാൽ ഇലക്ട്രോൺ ഇരിക്കുന്ന ഷെല്ലിനെ അത് ന്യൂക്ലിയസ് അതിൻ്റെ അടുത്തേക്ക് വലിക്കും. ദെൻ നമുക്ക് പറയാം ഇവരുടെ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ്റെ കോസ് ആയിട്ട് നമുക്ക് റീസൺ ആയിട്ട് പറയുന്നത്. എങ്കിൽ ഈ ലാന്തനൈഡ് കൺട്രാക്ഷൻ്റെ കോൺസിക്വൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമൂലം എന്ത് ചെയ്യും നോക്കിക്കേ, നമുക്ക് പറയാം കണ്ട ദ റേഡിയോ ഓഫ് മെമ്പേഴ്സ് ഓഫ് തേർഡ് ട്രാൻസിഷൻ സീരീസിലെയും കണ്ട സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലെയും എലമെൻസിൻ്റെയും സൈസ് എന്തായിട്ട് മാറും? 3Dയിലെയും നമുക്ക് പറയാം കണ്ടോ തേർഡ് ട്രാൻസിഷൻ സീരീസിലെയും കണ്ടോ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് അഥവാ 4D സീരീസിലെയും 5D സീരീസിലെ എലമെൻസിൻ്റെ സൈസ് സിമിലർ ആയിട്ട് മാറും. എങ്കിൽ ആരൊക്കെയാണ് ആ എലമെൻസ് ഒന്നും കൂടെ നോക്കാം. നോക്കിക്കേ, സിർക്കോണിയം, ഹാഫ്നിയം. കണ്ടോ, സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും സിമിലർ സൈസ് വരണതിന് കാരണം ലാന്തനൈഡ് കൺട്രാക്ഷൻ ആണ്. അടുത്ത എലമെന്റ് പേഴ്സ് പഠിച്ചോണം, നിയോബിയം ആൻഡ് ടൻറ്റാലം, മോളിബ്ഡിനം ആൻഡ് ടങ്സ്റ്റൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ്റെ ഇത് നിങ്ങൾക്ക് റീസൺ ചോദിക്കുന്നതാണ്. ഈ എലമെന്റ്സിന് എന്തുകൊണ്ടാണ് സിമിലർ സൈസിന് കാരണം? ഓക്കെ, എങ്കിൽ ഇതിൽ തന്നെ ലാന്തനൈഡ് കൺട്രാക്ഷൻ്റെ മറ്റൊരു കോൺസിക്വൻസ് ആണ് ഈ ലാന്തനൈഡ് കൺട്രാക്ഷൻ മൂലം ലാന്തനൈഡ്സിന്റെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡും കൺസിഡർ ചെയ്താൽ ഇവരുടെ ബേസിക് സ്ട്രെങ്ത് നമുക്ക് പറയാം ലാന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് വരുന്തോറും ബേസിക് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ലാന്തനൈഡിന്റെ ഓക്സൈഡിന്റെയും ഹൈഡ്രോക്സൈഡിന്റെയും ബേസിക് സ്ട്രെങ്ത് എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്യാൻ കാരണമാകുന്നു? അതിനും എന്ത് തന്നെയാണ് റീസൺ? ലാന്തനൈഡ് കൺട്രാക്ഷൻ ആണ് നമ്മൾ റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേ കണ്ടോ നമ്മുടെ ആ പാട്ടിൽ നിന്ന് വന്ന ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാൻ ബോർഡിനെ നോക്കിക്കേ. വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ? എന്താണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ? നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ നെയിം ആൻഡ് ഇമ്പോർട്ടൻ്റ് അലോയ് വിച്ച് കണ്ടെയ്ൻ സം ഓഫ് ദ ലാന്തനൈഡ് മെറ്റൽ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ലാന്തനൈഡ് മെറ്റലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലോയ് നിങ്ങൾക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അലോയുടെ പേരാണ് മിഷ് മെറ്റൽ. കേട്ടോ, എന്താണ് മിഷ് മെറ്റൽ? 95% ലാന്തനൈഡ് എലമെൻറ്റും പ്ലസ് 5% അയണും ട്രേസസ് ഓഫ് കാർബൺ, സൾഫർ, ഇതെല്ലാം കൂടെയുള്ള അലോയിനെ വിളിക്കുന്ന പേരാണ് മിഷ് മെറ്റൽ. കേട്ടോ, നമ്മുടെ ബുള്ളറ്റിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണം. ബുള്ളറ്റിലും ഷെല്ലൊക്കെ നിർമ്മിക്കാനാണ് ആര് യൂസ് ചെയ്യണത്? മിഷ് മെറ്റൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ബോർഡിന് ചോദിക്കുന്ന കൺസെപ്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ അടുത്ത ചാപ്റ്ററായ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ഏറ്റവും പ്രധാന കൺസെപ്റ്റും അതിലെ ക്വസ്റ്റ്യൻസും എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നോക്കിക്കുക, ആദ്യം തന്നെ നമ്മുടെ നോമൻക്ലേച്ചർ എന്ന പാർട്ടിൽ നിന്നാണ്. ഓക്കെ, റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദ കോംപ്ലക്സ്. ഒരു കോംപ്ലക്സ് കൊടുത്തിട്ടുണ്ട്, ഇതേ കാണുമ്പോഴേ മനസ്സിലാകും. Cl, ക്ലോറിൻ ഔട്ട്സൈഡ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം ഒരു കാറ്റയോണിക് കോംപ്ലക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കാറ്റയോണിക് കോംപ്ലക്സിന്റെ പേര് എഴുതുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാറ്റയോണിക് കോംപ്ലക്സ് ആയതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ലിഗാൻഡിന്റെ പേരാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിലധികം നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റത്തോട് കൂടെ കാണപ്പെടുന്നവരാണ് ലിഗാൻഡ്. ഇവിടെ നോക്കിക്കുക, 2 ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. Cl2 ക്ലോറിഡോ,
Cl വന്നാൽ ക്ലോറിഡോ എന്ന് വിളിക്കുന്ന 2 Cl വന്നുകൊണ്ട് നമുക്ക് ഡൈക്ലോറിഡോ എന്ന് പറയാം. ഓക്കെ. NH3 വന്നാൽ നമ്മൾ അമിനോ എന്നാണ് ലിഗാൻഡിന്റെ പേര് പറയണം. 4 എണ്ണം വന്നുകൊണ്ട് ടെട്രാ അമിനോ. അപ്പൊ അമിനോ എന്ന് പറയുന്ന ലിഗാൻഡും ഉണ്ട്, സെൻട്രൽ മെറ്റൽ ആറ്റം ക്രോമിയാണ്, ക്ലോറിഡോ എന്ന് പറയുന്ന ലിഗാൻഡും ഉണ്ട്. ഓക്കെ. അപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ പറയുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ ആദ്യമുള്ള അമിനോയുടെ A ആണ്, അതുകൊണ്ട് അമിനോ വേണം ആദ്യം പറയാൻ. അപ്പൊ ഇതിന്റെ പേര് നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ ഇന്ന് ക്രോമിയത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ NH3 എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ഓക്കെ. അപ്പം NH3യുടെ 0 ആണ്. ഇവിടെ ക്ലോറിൻ വന്നിരിക്കുന്നത് ഓക്കെ 2 ക്ലോറിൻ, ഔട്ട്സൈഡിൽ 1 ക്ലോറിൻ, ടോട്ടൽ 3 ക്ലോറിൻ ആണ്. ഒരു ക്ലോറിന് -1 ആണ് നമ്മൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയണം. അപ്പം 3 ക്ലോറിനും കൂടെ ആകുമ്പോൾ -3 വരും. അതുകൊണ്ട് ക്രോമിയത്തിന് ഏത് പറയും? ക്രോമിയം നമുക്ക് ഇവിടെ പറയാം. ക്രോമിയത്തിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പേര് എന്ത് പറയാം? ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം അമീൻ വേണം. കണ്ടോ, ആദ്യം ലിഗാൻഡിൻ്റെ പേര് പറയണം, അതിനുശേഷം നമ്മൾ ലിഗാൻഡ് രണ്ടും ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ളത് ആദ്യം പറയണം, അതിനുശേഷം ക്രോമിയം. കണ്ടോ, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം ക്രോമിയമാണ്, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലാസ്റ്റ് നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന് ഔട്ട്സൈഡുള്ള ക്ലോറിനാണ്, ക്ലോറൈഡ്. അപ്പം നമുക്ക് എന്ത് പറയാം പേരെന്ന് നോക്കിക്കേ. കണ്ടോ, 4 ക്ലോറിൻ, 2 ക്ലോറിനും 4 അമിനോ ഗ്രൂപ്പും വന്നതുകൊണ്ട് ഫസ്റ്റ് ലിഗാൻഡിൻ്റെ അമിനോ ഗ്രൂപ്പിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത്, ടെട്രാ അമീൻ ഡൈക്ലോറിഡോ. കണ്ടോ, ക്രോമിയം 3 ക്ലോറൈഡ്. അപ്പം നിങ്ങൾ നോമൻക്ലേച്ചർ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിച്ചോണം. ആ പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ. എങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ ലിഗാൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഈ ലിഗാൻഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. എന്താണ് ആംബിഡെൻറ്റേറ്റ് എന്ന് വെച്ചാൽ ദേ ആർ മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ്, ദേ ഹാവ് ഡെൻസിറ്റി 1. ഓക്കെ. മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് വിച്ച് ക്യാൻ ലിഗേറ്റ് ത്രൂ 2 ഡിഫറൻറ്റ് ആറ്റം. ഈ മോണോഡെൻറ്റേറ്റ് ലിഗാൻഡിൽ തന്നെ ഒന്നിലധികം ആറ്റം വഴി ലിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. എക്സാമ്പിൾ പഠിച്ചോണം. NO2-. NO2ന് നൈട്രജൻ വഴി ലിഗേറ്റ് ചെയ്താൽ നമ്മൾ നൈട്രേറ്റോ N എന്നും വിളിക്കും, ഓക്സിജൻ വഴി ലിഗേറ്റ് ചെയ്താൽ നൈട്രേറ്റോ O എന്നും വിളിക്കും. അതുപോലെ തന്നെ SCN-, അതിനെ വിളിക്കുന്ന പേരാ തയോസയനേറ്റോ. ഇതിന് തന്നെ കണ്ടോ SCN-, ഇവിടെ കണ്ട നൈട്രജൻ വഴിയാണ് ലിഗേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ NCS-, കണ്ടോ സൾഫർ വഴി ലിഗേറ്റ് ചെയ്യുക. NCS- ആണെങ്കിൽ ഐസോതയോസയനേറ്റോ എന്നും നമ്മൾ പേര് വിളിക്കും. അപ്പം ആ ഒരു കൺസെപ്റ്റ് എല്ലാവരും നോക്കിക്കോണം. ഇനി ഇതിലെ പ്രധാന മറ്റൊരു കൺസെപ്റ്റാണ് കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ? ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ലിഗാൻഡ് ദാറ്റ് ആർ ഡയറക്ട്ലി ബൗണ്ട് ടു സെൻട്രൽ മെറ്റൽ ആറ്റം. നമ്മുടെ കോർഡിനേഷൻ സ്ഫിയർ, ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യം എഴുതുന്ന ആളാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ കൂടെയുള്ള സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ കൂടത്തിൽ എഴുതുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിഗാൻസ്. ആ ലിഗാൻസിൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ് F is C2O4 thrice 3-. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, C2O4 2- എന്ന് പറയുന്ന ഓക്സലേറ്റ് അയോൺ ആണ്. ഇറ്റ് ഈസ് എ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. അത് ബൈഡെൻറ്റേറ്റ് ആയതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു C2O4 2- നമ്മൾ 2 അങ്ങനെ 3 C2O4 ഉള്ളത് കൊണ്ട് 2 × 3 6 കോർഡിനേഷൻ നമ്പർ. തെറ്റിപ്പോകരുത്, ബൈഡെൻറ്റേറ്റ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ NH3 ഒരു മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്, അതുകൊണ്ട് പേടിക്കണ്ട. അങ്ങനത്തെ എത്ര NH3 ഉണ്ട്? 4 NH3 ഉണ്ട്, വേറെ ലിഗാൻഡ് ഒന്നുമില്ല, അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 4. ഓക്കെ അല്ലേ? എങ്കിൽ ഇതിലെ മറ്റൊരു കൺസെപ്റ്റാണ് എന്താണ് ഹോമോലിറ്റിക് കോംപ്ലക്സ്, എന്താണ് ഹെട്രോലിറ്റിക് കോംപ്ലക്സ്. അതായത് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഒരൊറ്റ ടൈപ്പ് സിംഗിൾ ടൈപ്പ് ലിഗാൻഡ് ഉള്ളെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ഹോമോലിറ്റിക് കോംപ്ലക്സ് എന്ന് വിളിക്കാം. എങ്കിൽ ഒന്നിലധികം ലിഗാൻഡ് ഉണ്ടെങ്കിൽ ദേ നോക്കിക്കേ, ഇപ്പോൾ ആദ്യത്തെ കേസിൽ CONH3 6 3+, ഇവിടെ കണ്ട അമീൻ എന്ന് പറയുന്ന ലിഗാൻഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളവരെ നമ്മൾ ഹോമോലിറ്റിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. എങ്കിൽ മോർ ദാൻ 1 ടൈപ്പ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് വിളിക്കാം. ദേ നോക്കിക്കേ, ഇവിടെ അമീൻ എന്ന് പറയുന്ന ലിഗാൻഡും ഉണ്ട്. കണ്ടോ Cl2 എന്ന് പറയണ, കണ്ടോ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല. ഓക്കെ. കണ്ടോ അമിനോ എന്ന് പറയുന്ന ലിഗാൻഡും ഉണ്ട്, Cl2 എന്ന് പറയുന്ന ലിഗാൻഡും ഉണ്ട്. ഓക്കെ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. ഓക്കെ അല്ലേ? എങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഐസോമെറിസം. ഓക്കെ. അപ്പോൾ ഐസോമെറിസത്തിൽ തന്നെ നമുക്ക് സ്ട്രക്ചറൽ ഐസോമെറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമെറിസം ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മുടെ സ്ട്രക്ചറൽ ഐസോമെറിസം. സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് വെച്ചാൽ ദ സെയിം മോളിക്കുലാർ ഫോർമുല ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഈ സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ നമുക്ക് 4 പേരെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ള. ഈ 4 പേര് ആരൊക്കെയെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് അയണൈസേഷൻ ഐസോമെറിസം. എന്താണ് അയണൈസേഷൻ ഐസോമെറിസം?
ഐസോമേഴ്സ് ഹാവ് ഡിഫറൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. അതായത് സൊല്യൂഷനിലെ അയോൺസിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഐസോമെർസത്തിനെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ ഐസോമെർസം. ഒരു എക്സാമ്പിൾ പറയാം, ദേ നോക്കിക്കേ. പെൻറ്റ അമീൻ സൾഫേറ്റോ കൊബാൾട്ട് 3 ബ്രോമൈഡ്. ഇവിടെ ദേ നോക്കിക്കേ, കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്തുള്ളത് കണ്ട ലിഗാൻഡായിട്ട് സൾഫേറ്റോ ആണ്, ലാസ്റ്റ് ബ്രോമൈഡ് കണ്ടോ, ബ്രോമൈഡ് അയോൺ കോർഡിനേഷൻ സ്ഫിയറിന് പുറത്താണ്, കൗണ്ടർ അയോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ അയണൈസേഷൻ ഐസോമറായിട്ട് ഞാൻ ദേ ബ്രോമിന് ലിഗാൻഡായിട്ട് അകത്തേക്കും കൊണ്ടുവന്നു, SO4നെ കൊണ്ട കോർഡിനേഷൻ സ്ഫിയറിന് പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ അയണൈസേഷൻ ഐസോമറായിട്ട് എന്ത് പറയാം? പെൻറ്റ അമീൻ കണ്ടോ, സൾഫേറ്റേക്ക് പകരം ബ്രോമിഡോ വന്ന് പെൻറ്റ അമീൻ ബ്രോമിഡോ കൊബാൾട്ട് 3 സൾഫേറ്റ്. കണ്ടോ, ഇങ്ങനെയുള്ള ഐസോമർസത്തിനെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ ഐസോമർ. അതായത് സൊല്യൂഷനിലുള്ള അയോൺസിൻ്റെ എണ്ണം ഡിഫറൻറ്റ്. ഓക്കെ, ഡിഫറൻറ്റ് അയോൺസ് ആണ് വന്നത്. എങ്കിൽ രണ്ടാമത്തെ സോൾവേറ്റ് ഐസോമറിസം അഥവാ ഹൈഡ്രേറ്റ് ഐസോമറിസം. ആ പേരിൽ തന്നെയുണ്ട്, ഹൈഡ്രേറ്റ് അഥവാ സോൾവേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ മോളിക്യൂളുമായിട്ട് ബന്ധപ്പെട്ടെ. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളിന്റെ എണ്ണത്തിലുള്ള ഡിഫറൻസ് വെച്ച് നമ്മൾ പറയുന്ന ഐസോമറിസത്തിനെ വിളിക്കുന്ന പേരാണ് സോൾവേറ്റ് അഥവാ ഹൈഡ്രേറ്റ് ഐസോമറിസം. നോക്കിക്കേ, ഡിഫറൻറ്റ് നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ബോണ്ടഡ് ടു മെറ്റൽ ആറ്റം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ലിഗാൻഡ് ആയിട്ട് അക്വ എന്ന് പറയുന്ന ലിഗാൻഡ് കണ്ടോ 6 എണ്ണം ഉണ്ട്, കോർഡിനേഷൻ സ്ഫിയറിന് പുറത്ത് 3 ക്ലോറിനും ഉണ്ട്, Cl ത്രൈസ്. അടുത്ത കേസ് എന്താ ചെയ്തത്, ഒരു അക്വ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ഇതേ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന് പുറത്തേക്ക് വന്നു, പകരം Cl3യിലെ കാര്യം ഇതിലെ കോർഡിനേഷൻ നമ്പർ സെയിം ആയിരിക്കണം. കാര്യം ഇവിടെ നോക്കിക്കേ, H2O 6 എണ്ണം ഉണ്ട്, 6 കോർഡിനേഷൻ നമ്പർ. ഓക്കെ, അടുത്ത കോമ്പൗണ്ടിൽ എന്ത് ചെയ്തു കണ്ടോ, ഒരു H2O അകത്തേക്ക് കണ്ടോ പുറത്തേക്ക് വന്നു, സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തേക്ക് വന്നു, പകരം സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള ഒരു ക്ലോറിൻ നേരെ അകത്തേക്കും വന്നു. ഇവിടെയും ഇതേ നോക്കിക്കേ, കോർഡിനേഷൻ നമ്പർ 6 തന്നെ ഈ ക്രോമിയത്തിൽ, H2O 5 എണ്ണം, ക്ലോറിൻ 1 എണ്ണം, 6. അപ്പോൾ ഇവിടെ നോക്കിക്കേ കണ്ടോ, മെറ്റൽ ആറ്റായിട്ട് ബൗണ്ടഡ് ആയിട്ടുള്ള സോൾവെന്റ് മോളിക്യൂളിന്റെ എണ്ണം ഡിഫറൻ്റ് ആണ്. ആദ്യത്തേതിൽ ക്രോമിയത്തിനോടൊപ്പം 6 സോൾവെന്റ് മോളിക്യൂളായ H2O ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കേസിൽ കണ്ടോ, സോൾവെന്റ് ആയ H2Oയുടെ എണ്ണം 5 ഉള്ളു. പക്ഷേ ഇവരുടെ മോളിക്കുലാർ ഫോർമുല നോക്കുമ്പോൾ സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐസോമർസത്തിനെ വിളിക്കുന്ന പേരാണ് സോൾവേറ്റ് അഥവാ ഹൈഡ്രേറ്റ് ഐസോമർസം. ഓക്കെ, എങ്കിൽ അടുത്ത കോർഡിനേഷൻ ഐസോമർസം. നമ്മുടെ സ്ട്രക്ചറൽ ഐസോമർസത്തിലെ ഏറ്റവും ലാസ്റ്റ് വണ്ണാണ് കോർഡിനേഷൻ ഐസോമർസം. ദ ലിഗാൻസ് ആർ ഇന്റർചേഞ്ച്ഡ് ഇൻ ബോത്ത് കാറ്റയോണിക് ആൻഡ് ആനിയോണിക് അയോൺസ്. ലിഗാൻസിന്റെ ഇന്റർചേഞ്ച് വഴി ഉണ്ടാകുന്ന ഐസോമർസത്തിനെ നമുക്ക് കോർഡിനേഷൻ ഐസോമർസം എന്ന് വിളിക്കാം. ഇതേ നോക്കിക്കേ, CONH36 CrCN6. ഇവിടെ ദേ നോക്കിക്കേ, ലിഗാൻഡ് കൊബാൾട്ടിന്റെ കൂടെ ആദ്യം വന്ന ലിഗാൻഡ് അമീൻ എന്ന ലിഗാൻഡാണ്. ക്രോമിയത്തിന്റെ കൂടെ സയനൈഡ് ആണ്. അത് ദേ ഇന്റർചേഞ്ച് ചെയ്ത് ക്രോമിയത്തിൻ്റെ കൂടെ ആദ്യം വന്ന സയനൈഡ് അല്ലേ, അതിന് പകരം കൊബാൾട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമിനോയിനെ നമ്മൾ ക്രോമിയത്തിൻ്റെ കൂടത്തിൽ ഇട്ട്. ദേ കണ്ട, ക്രോമിയത്തിൻ്റെ കൂടത്തിൽ അമീൻ എന്ന ലിഗാൻഡും വന്നു. അതുപോലെ തന്നെ കൊബാൾട്ടിൻ്റെ കൂടത്തിൽ കണ്ടോ, ക്രോമിയത്തിൻ്റെ സയനൈഡിനെ കണ്ടോ, പരസ്പരം ലിഗാൻഡ് ഇന്റർചേഞ്ച് ചെയ്തു. കൊബാൾട്ടിൻ്റെ കൂടത്തിൽ ഏത് ലിഗാൻഡുമായി? സയനൈഡുമായി. അപ്പോൾ ലിഗാൻസിനെ ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്താൽ അങ്ങനെ ഉണ്ടാകുന്ന ഐസോമർസത്തിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ ഐസോമർസം. ഓക്കെ, എങ്കിൽ നമ്മുടെ ഈ ഐസോമർസത്തിൽ ലാസ്റ്റ് വൺ നമ്മുടെ ലിങ്കേജ് ഐസോമർസം. അപ്പം 4ാമത്തെ ഐസോമർസമാണ് ലിങ്കേജ്. എങ്കിൽ എന്താണ് ലിങ്കേജ് ഐസോമർസം? ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ അതുവഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐസോമർസത്തിനെ ലിങ്കേജ് ഐസോമർസം എന്ന് വിളിക്കാം. ദേ നോക്കിക്കേ, നമ്മുടെ NO2 വന്നാൽ നൈട്രിറ്റോ N, ONO വന്നാൽ നൈട്രിറ്റോ O. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു കണ്ടോ, ഇവിടെ NO2 ആണ്, ഇവിടെ ONO ആണ്, നൈട്രിറ്റോ O. അപ്പം കണ്ട, ഇങ്ങനെയുള്ള ഐസോമർസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്കേജ് ഐസോമർസം. അപ്പം നമ്മുടെ തയോസൈനേറ്റോ SCN അതൊക്കെ വരുമ്പോഴൊക്കെയാണ് ലിങ്കേജ് ഐസോമർസം നമ്മൾ പറയണം. അതുപോലെ തന്നെ ആംബിഡെന്റേറ്റ് ലിഗാൻഡിന്റെ പ്രസൻസിലാണെങ്കിൽ ഐസോമർസത്തെ എന്ത് വിളിക്കാം? ലിങ്കേജ് ഐസോമർസം എന്ന് വിളിക്കാം. എങ്കിൽ നമ്മുടെ ഐസോമർസം പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നതാണ്. വാട്ട് കൈൻഡ് ഓഫ് ഐസോമർസം എക്സിബിറ്റ് ബിറ്റ്വീൻ CrH2O6 Cl3? കണ്ട, വയലറ്റ് കളറാണ്. CrH2O5 Cl2H2O. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ H2Oന്റെ എണ്ണം 6 ആയിരുന്നു. കണ്ട, വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണം ഡിഫറൻറ്റ്. അപ്പോഴേ മനസ്സിലായി വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആണെങ്കിൽ കണ്ട, നമുക്ക് ഐസോമർസത്തെ ഏതെന്ന് വിളിക്കാം? ഏത് ഐസോമർസം ആയിരിക്കും? സോൾവേറ്റ് ഐസോമർസം. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിലെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് വാലൻസ് ബോണ്ട് തിയറി എന്ന കൺസെപ്റ്റ് അഥവാ VB തിയറിയാണ്. ഓക്കെ, എന്താണ് വാലൻസ് ബോണ്ട് തിയറി പറയണ? സെൻട്രൽ മെറ്റൽ ആറ്റം പ്രൊവൈഡ്സ് ഈക്വൽ കണ്ടോ റിക്വയർഡ് നമ്പർ ഓഫ് എംറ്റി ഓർബിറ്റൽ ടു ഫോം കോർഡിനേറ്റ് ബോണ്ട് വിത്ത് സ്യൂട്ടബിൾ ലിഗാൻസ്. കണ്ടോ,
കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യിക്കാൻ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് കണ്ടോ ഒരു സ്യൂട്ടബിൾ എം ടി ഓർബിറ്റൽസ് വേണം. അങ്ങനെ സെൻട്രൽ മെറ്റൽ ആറ്റം എം ടി ഓർബിറ്റൽസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കണ്ടോ നമുക്ക് ഏത് ബോണ്ട് ഫോം ചെയ്യിക്കും? കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യിക്കും. ഇങ്ങനെ ഫോം ചെയ്യുന്ന കോർഡിനേറ്റ് ബോണ്ടിൻ്റെ പ്രത്യേകത കണ്ടോ, ഇങ്ങനെയുള്ള എം ടി ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത് നമുക്ക് പറയാം ഈക്വലൻ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യിക്കും. അപ്പം കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യിക്കുന്നത് എം ടി ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ഇക്വലൻ നമ്പർ എത്ര എണ്ണം പങ്കെടുക്കുമോ അത്രയും എണ്ണം ഇക്വലൻ നമ്പർ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഒരു ഡെഫിനിറ്റ് ജോമെട്രി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ ഹൈബ്രിഡൈസേഷനും കണ്ടോ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷനും അതുപോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കണ്ടുപിടിച്ചാൽ ഈ ഹൈബ്രിഡൈസേഷൻ വഴി നമുക്ക് ഇവരുടെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അതായത് sp3d2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ജോമെട്രി, അല്ലെങ്കിൽ d2sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ജോമെട്രി, അല്ലെങ്കിൽ dsp2 ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്വയർ പ്ലാനാർ എന്നൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഹൈബ്രിഡൈസേഷൻ വഴി ഇവരുടെ ഷേപ്പും അതുപോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ വഴി നമുക്ക് മാഗ്നറ്റിക് ബിഹേവിയറും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് പറയണത്. ഇപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഏത് മാഗ്നറ്റിസ് ആയിരിക്കും? പാരാമാഗ്നറ്റിസ് ആയിരിക്കും. ഇലക്ട്രോൺ പെയ്ഡ് ആണെങ്കിൽ ഏത് മാഗ്നറ്റിസ് ആയിരിക്കും? ഡയാമാഗ്നറ്റിസോ ആയിരിക്കും. ഓക്കെ, എങ്കിൽ ഇതിൽ തന്നെ നമ്മുടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, ഇപ്പോൾ സയനൈഡ് പോലുള്ള സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഇലക്ട്രോൺസ് എപ്പോഴും പെയർ ചെയ്യും. അങ്ങനെ പെയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്യും, അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്യും. ആ കേസിൽ നമുക്ക് പറയാം അങ്ങനെയുള്ളവർ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും, അഥവാ ഇന്നർ ഡി ഓർബിറ്റൽ ആയിരിക്കും അവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യിക്കും. ഒരു എക്സാമ്പിൾ d2sp3 കണ്ടോ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയും, അഥവാ അവിടെ പെയറിംഗ് എന്ന പ്രോസസ്സ് നടക്കും. അതുവഴി കണ്ട ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യിക്കും. ശ്രദ്ധിച്ചോണം. ഇനി ഇതേ സാധനം വീക്ക് ഫീൽഡ് ലിഗാൻഡ്, നമ്മുടെ ഫ്ലൂറിഡോ ക്ലോറിഡോ ബ്രോമിഡോ H2 അക്വ അതുപോലെയുള്ള വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഡി ഓർബിറ്റൽ പങ്കെടുക്കുന്നത് ഔട്ടർ ഡി ഓർബിറ്റൽ ആയിരിക്കും. അവിടെ ഫോം ചെയ്യുന്നത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിംഗ് നടക്കില്ല, അവിടെ നടക്കുന്ന പ്രോസസ്സ് സ്പ്ലിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കണ്ട ഔട്ടർ ഡി ഓർബിറ്റൽ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒക്ടാഹെഡ്രലിൻ്റെ കേസിൽ നമുക്ക് കണ്ടോ sp3d2. ഇനി ഇവരിൽ തന്നെ നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഡി ആൻഡ് എഫിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ മാഗ്നറ്റിക് മൊമെന്റ് μ=√n+2 ബോർ മാഗ്നറ്റോൺ. ഓക്കെ അല്ലേ മാഗ്നറ്റിക് മൊമെന്റ്? എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ബോർഡിന് നിങ്ങൾക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഫോർ ദ കോംപ്ലക്സ് അയോൺ COF6 3- റൈറ്റ് ദി ഹൈബ്രിഡൈസേഷൻ ടൈപ്പ് മാഗ്നറ്റിക് ക്യാരക്ടർ ആൻഡ് സ്പിൻ നേച്ചർ. ഓക്കെ, നമുക്ക് ഈ കോമ്പൗണ്ട് കാണുമ്പോഴേ അറിയാം കണ്ടോ ഹെക്സാ ഫ്ലൂറിഡോ കൊബാൾട്ട് 3 അയോണാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനും മാഗ്നറ്റിക് ക്യാരക്ടറും സ്പിൻ നേച്ചറൊക്കെയാണ് ചോദിച്ചിരിക്കണം. കണ്ടോ, നമുക്ക് നോക്കാം ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന്. ഇവിടെ നോക്കിക്കേ COF6 3- എന്നാണ് നമ്മുടെ കോംപ്ലക്സ് പറഞ്ഞിരിക്കുന്നത്. COF6 3-. അപ്പോൾ ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഓക്കെ, 6 ഫ്ലൂറിനുണ്ട്, ഒരു ഫ്ലൂറിന് -1 ആണ്. അപ്പോൾ ഇവിടെ എക്സിറ്റ് കണ്ടുപിടിക്കുമ്പോൾ x - r -3. അപ്പോൾ കണ്ടോ x -r അപ്പുറത്ത് വരുമ്പോൾ -3 + 6 6 - 3 + 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം കൊബാൾട്ടിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 27, അറ്റോമിക് നമ്പർ 27 ആകുമ്പോൾ ആർഗൺ കഴിഞ്ഞിട്ട് 3d 7 4s2. ഇനി ഇവിടെ കൊബാൾട്ട് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. +3 ആകുമ്പോൾ 3 ഇലക്ട്രോൺ പോകും, ആർഗൺ കഴിഞ്ഞു 4sൽ നിന്ന് 2 എണ്ണം പോകും, 3dയിൽ നിന്ന് 1 ഇലക്ട്രോൺ പോകും. 3d6 കോൺഫിഗറേഷൻ. അപ്പം നമുക്കൊന്ന് നോക്കാം ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അപ്പോൾ അതേ നോക്കിക്കേണ്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു +3 ആണ്. അപ്പോൾ അതേ കൊബാൾട്ട് 3+ നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്തു. കൊബാൾട്ട് 3+ ഇപ്പോൾ പറഞ്ഞു കണ്ടോ നമ്മൾ എഴുതി വെച്ചു. എത്ര എണ്ണം ഉണ്ട് കൊബാൾട്ട് 3+? ഇവിടെ അതേ നോക്കിക്കേ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം 3d6 എന്നാണ് വന്നത് കൊബാൾട്ട് 3+. അപ്പോൾ 3d6 ഇതേ നമ്മളൊന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചു. ഓക്കെ, കണ്ടോ 3d6. അപ്പോൾ കൊബാൾട്ട് 3+ലെ നമ്മൾ 3d6 സ്കെച്ച് ചെയ്ത് വരച്ചു. ഓക്കെ, ഇനി ഫ്ലൂറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കില്ല, പകരം നടക്കുന്ന പ്രോസസ്സ് സ്പ്ലിറ്റിംഗ് ആണ്. അപ്പോൾ കണ്ടോ പെയർ ചെയ്യല, അതുകൊണ്ട്
CO3+ കണ്ടോ വീക്ക് ഫീൽഡ് ലിഗാൻഡായ ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്യുമ്പോൾ കൊബാൾട്ട് 3+ലെ അൺപെയർഡ് ഇലക്ട്രോണിന് മാറ്റമില്ല. ആ ഇലക്ട്രോൺസ് അവിടെ തന്നെ നിൽക്കും, ഇവിടെ പെയറിങ് നടക്കില്ല. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിലേ പെയറിങ് നടക്കുകയുള്ളൂ. അപ്പോൾ COF6 കണ്ടോ വീക്ക് ഫീൽഡ് ലിഗാൻഡായ ഫ്ലൂറിൻ അപ്രോച്ച് ചെയ്തപ്പോഴും കണ്ടോ കൊബാൾട്ടിലെ കണ്ടോ ഇലക്ട്രോൺസിൻ്റെ സ്ട്രക്ചറിന് കണ്ടോ മാറ്റമൊന്നുമില്ല, സെയിം തന്നെ. അങ്ങനെയാണെങ്കിൽ 6 ഫ്ലൂറിനെ ഒക്കുപ്പൈ ചെയ്യണമെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള 6 ഓർബിറ്റിൽ വേണ്ടേ? അപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള 6 ഓർബിറ്റിൽ വേണമെങ്കിൽ എസ്സിൽ 1 ഉള്ളൂ, പിയിൽ 3 ഉള്ളൂ, അപ്പോൾ 4 അപ്പോൾ നമ്മുടെ ഔട്ടർ ഡി ഓർബിറ്റിലാണ്. എപ്പോഴും വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഔട്ടർ ഡി ഓർബിറ്റിലാണ് ഇവിടെ പങ്കെടുക്കുന്നത് ബോണ്ടിങ്ങിൽ. അപ്പോൾ നമുക്ക് ഏത് ഹൈബ്രിഡൈസേഷൻ വരും? sp3d2 6 പേരെ വന്നെങ്കിൽ ഒരു S 3p 2d sp3d2 ഹൈബ്രിഡൈസേഷൻ വരും. ഓക്കെ, sp3d2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ജോമെട്രി നമ്മൾ ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ 1 2 3 4 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ വന്നതുകൊണ്ട് ഏത് മാഗ്നറ്റിസം ആയിരിക്കും? ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവരും VB തിയറി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എങ്കിൽ നമ്മുടെ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത്? ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത് ഒരു ലിഗാൻഡ് ഫീൽഡിന്റെ പ്രസൻസിൽ നമ്മുടെ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ആരൊക്കെയാണ്? DXY, DXZ, DYZ, DX² - Y², DZ². ഒരു ലിഗാൻഡ് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ 5 ഡി ഓർബിറ്റൽസിന്റെ ഡീജനറസി ലോസ്റ്റ് ചെയ്യും. അങ്ങനെ ഡീജനറസി നഷ്ടപ്പെട്ട് അവർ 2 എനർജി ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കണ്ടോ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് 2 തരം സ്പ്ലിറ്റിംഗ് ആണുള്ളത്. ഒരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലെയും സ്പ്ലിറ്റിംഗ് നമുക്ക് പഠിക്കാം, ഒരു ടെട്രാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ. അതായത് നമ്മൾ ലിഗാൻസ് ഒരു ക്രിസ്റ്റൽ ഫീൽഡ് ഒരു ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ പ്രസൻസിൽ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിലാണ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൽ ഈ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഇവർ സ്പ്ലിറ്റ് ചെയ്യുന്നത് 5 ഡി ഓർബിറ്റൽസിൽ എനർജി കുറവുള്ള ഡി ഓർബിറ്റലിനെ നമ്മൾ വിളിക്കുന്നത് കണ്ട ഡി ഓർബിറ്റൽ T2g ഓർബിറ്റലിന് ലോവർ എനർജി വരും. അതായത് ഒക്ടാഹിഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡിൻ്റെ പ്രസൻസിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ്റെ ആക്സിസിലുള്ള DXY, DXZ, DYZ ഓർബിറ്റലിനെ നമ്മൾ T2g ഓർബിറ്റൽ എന്നാണ് വിളിക്കുന്നത്. T2g ഓർബിറ്റലിന് കണ്ടോ ഒക്ടാഹിഡ്രൽ ഫീൽഡിൻ്റെ പ്രസൻസിൽ ലോവർ എനർജിയും വരും. അതുപോലെ തന്നെ എലോങ് ദ ആക്സിസിലുള്ള DX² - Y²നും Z²നും DZ² ഹയർ എനർജിയും വരും. അപ്പോൾ കണ്ടോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ലോവർ എനർജിയുള്ള T2g ഓർബിറ്റൽ കണ്ടോ ഇവർ 3 താഴെയും വരും. ഹയർ എനർജിയുള്ള DX² - Y²നും DZ² മേളിലും വരും. ഇവർ തമ്മിലുള്ള ആ എനർജി ഡിഫറൻസ് കണ്ടോ സ്പ്ലിറ്റിംഗ് ചെയ്യുമ്പോഴുള്ള എനർജി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഇതും നോക്കിക്കോണം കണ്ടോ, ഈ സെൻറ്റർ ബാരി സെൻറ്റർ മുതൽ കണ്ടോ ഇവർ വരെയുള്ള ആ ഡിസ്റ്റൻസിനെ 3/5 ഡെൽറ്റ-O അല്ലെങ്കിൽ 0.6 ഡെൽറ്റ-O കണ്ടോ. ഇവർ ബാരി സെൻറ്റർ മുതൽ ഏറ്റവും താഴെയുള്ള T2g ഓർബിറ്റിൽ വരെയുള്ള -2/5 ഡെൽറ്റ-O അല്ലെങ്കിൽ പറയാം -0.4 ഡെൽറ്റ-O. അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങളെല്ലാവരും വരച്ച് പഠിച്ചോണം. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടെട്രാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ. അപ്പോൾ നമ്മളൊരു ടെട്രാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഈ 5 ഡി ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്. ഇവർ സ്പ്ലിറ്റ് ചെയ്യുന്നത് കണ്ടോ ലോവർ എനർജി ഒക്ടാഹിഡലിൽ ലോവർ എനർജി T2g ഓർബിറ്റലാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടോ T2 ഓർബിറ്റൽസിന് ഇവിടെ നമ്മൾ T2 എന്നാണ് പറയുന്നത്. ഓക്കെ, T2 ഓർബിറ്റലായ DXY, DXZ, DYZ കണ്ടോ നമ്മുടെ ഇൻ ബിറ്റ്വീൻ്റെ ആക്സിസിലുള്ള DXYക്കും DXZനും DYZനും ഹയർ എനർജിയും വരും, നേരെ ഓപ്പോസിറ്റ് വന്ന്. അതുപോലെ തന്നെ കണ്ടോ ലോവർ എനർജി ആയിട്ട് വന്നത് ആർക്കാണ്? കണ്ടോ നമ്മുടെ ഈ ഓർബിറ്റലായ DX² - Y²നും Z²നും നമുക്ക് കണ്ടോ ലോവർ എനർജിയും വന്ന്. അപ്പോൾ ഇവിടെ ആദ്യം ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ലോവർ ആയിട്ടുള്ള DX² - Y²ലും Z²ലും ആണ്. അതിനുശേഷമാണ് ഹയർ ആയിട്ടുള്ള T2 ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ പോകുന്നത്. ഇവിടെയും അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ വിളിക്കാം. ഈ 2 എനർജി ലെവൽസും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ കണ്ട ΔT എന്നാണ് വിളിക്കുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഇൻ ടെട്രാഹിഡ്രൽ ഫീൽഡ്. ഓക്കെ അല്ലേ? ഇനി ഈ കേസിൽ പറയുന്നത് കണ്ടോ പെയറിംഗ് എനർജി ഗ്രേറ്റർ ദാൻ സ്പ്ലിറ്റിംഗ് എനർജി. അങ്ങനെയാണെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും, ഹൈ സ്പിൻ ആയിരിക്കും, അവിടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഓക്കെ കണ്ടോ. ഇനി അത് തന്നെ നമുക്ക് പറയാം പെയറിംഗ് എനർജി കണ്ടോ സ്പ്ലിറ്റിംഗ് എനർജി ഗ്രേറ്റർ ദാൻ പെയറിംഗ് എനർജി ആണെങ്കിൽ സ്പ്ലിറ്റിംഗ് എനർജിയാണ് കൂടുതലെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ലിഗാൻഡ് ഏതായിരിക്കും? കണ്ടോ സ്പ്ലിറ്റിംഗ് എനർജിയാണ് കൂടുതൽ, സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലും. അപ്പോൾ കണ്ടോ അവിടെ ഏത് ലിഗാൻഡ് ആയിരിക്കും?
സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലും പെയറിംഗ് എനർജി കുറവാണ്. പെയറിംഗ് എനർജി കുറവാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് പെയറിംഗ് ആണ്. പെയറിംഗ് ആണെങ്കിൽ നമുക്ക് പറയാം ഏത് ലിഗാൻഡിൻ്റെ പ്രസൻസിലാണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെ പ്രസൻസിലായിരിക്കും പെയറിംഗ് നടക്കുന്നത്. ഓക്കെ, എങ്കിൽ ഈ പാർട്ടിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി? എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി? ഓൺ ദ ബേസിസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് D4 ഇൻ ടേംസ് ഓഫ് T2G ആൻഡ് EG ഇൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ് വെൻ രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പി യും ഡെൽറ്റ ഒ ലെസ് ദാൻ പി. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്ന് വെച്ചാൽ ആ എനർജി ലെവൽസ് നമ്മുടെ T2G EG അല്ലെങ്കിൽ T2E ആ എനർജി ലെവൽസ് നമ്മളുള്ള ആ എനർജി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഓക്കെ, എങ്കിൽ അത് വെച്ച് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെയാണ്? D4 കോൺഫിഗറേഷൻ്റെ എഴുതാനാണ് പറഞ്ഞിരിക്കണം. D4 ഇൻ ടേംസ് ഓഫ് T2G ആൻഡ് EG. അതായത് ഒരു ഏത് ഫീൽഡ് എന്നും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ എഴുതാനാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ നമ്മളിപ്പോൾ പഠിച്ചു, ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ എനർജി കുറവ് എപ്പോഴും T2G ഓർബിറ്റലിനാണ് എനർജി കുറവ്. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് T2G ഓർബിറ്റലിലാണ്. അതിനുശേഷം എനർജി കൂടുതലുള്ള EGയിലേക്ക് ഇലക്ട്രോൺ പോകും. ഓക്കെ, എങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ ഈ പറയുന്നത് കണ്ടോ, സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലും പെയറിംഗ് എനർജി കുറവാണ്. പെയറിംഗ് എനർജി കുറവാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് പെയറിംഗ് നടക്കുന്നത്. പെയറിംഗ് നടക്കണമെങ്കിൽ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. അപ്പോൾ ആദ്യത്തെ കേസ് ഏത് ലിഗാൻഡാണ് പറഞ്ഞിരിക്കണം? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ കണ്ടോ പെയറിംഗ് എനർജി കുറവാണ്, സ്പ്ലിറ്റിംഗ് എനർജിയാണ് കൂടുതൽ. അപ്പോൾ പെയറിംഗ് എനർജി കുറവായതുകൊണ്ട് അവിടെ ഏത് പ്രോസസ്സ് നടക്കും? പെയറിംഗ് നടക്കും. പെയറിംഗ് നടന്നാൽ D4 അല്ലേ വന്നിരിക്കണം. ആദ്യം T2Gയിലെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കണം. അപ്പോൾ പെയറിംഗ് നടന്ന് 4 ഇലക്ട്രോണും T2Gയിലേക്ക് തന്നെ പോകും. കോൺഫിഗറേഷൻ എന്ത് വരും? T2G4 EG0. കണ്ട, പെയറിംഗ് അവിടെ തന്നെ T2G ഓർബിറ്റലി പെയർ ചെയ്ത്, കാര്യം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. അടുത്ത കേസ് പറയണ നോക്കിക്കേ, ഡെൽറ്റ ഒ ലെസ് ദാൻ പി എന്ന് വെച്ചാൽ ഇവിടെ പെയറിംഗ് എനർജിയാ കൂടുതൽ. ഏത് എനർജിയാ കുറവ്? സ്പ്ലിറ്റിംഗ് എനർജി കുറവാണ്. അപ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പം അതായത് ഏത് ലിഗാൻഡ് ആയിരിക്കും? അപ്പോൾ അവിടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ കണ്ടോ സ്പ്ലിറ്റിംഗ് എനർജി കുറവായിരിക്കും, പെയറിംഗ് എനർജിയാ കൂടുതൽ. അപ്പോൾ സ്പ്ലിറ്റിംഗ് എനർജി കുറവായതുകൊണ്ട് കണ്ടോ വീക്ക് ഫീൽഡ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് നടക്കും. അതായത് ആദ്യം T2G ഓർബിറ്റിൽ ഓരോ ഇലക്ട്രോൺ സിംഗിളി ഒക്കുപ്പൈ ചെയ്യും, അതിനുശേഷം സ്പ്ലിറ്റ് ചെയ്ത് നേരെ EG ഓർബിറ്റിലോട്ട് പോകും. അപ്പോൾ T2G ഓർബിറ്റിൽ നമുക്ക് മാക്സിമം ഓരോന്നും സിംഗിളി ഒക്കുപ്പൈ ചെയ്യുമ്പോൾ എത്ര വരും? കോൺഫിഗറേഷൻ T2G3യും അടുത്ത ഇലക്ട്രോൺ നേരെ കണ്ട സ്പ്ലിറ്റ് ചെയ്ത് EGയിലോട്ട് പോകും. അപ്പോൾ എന്ത് വരും? നാലാമത്തെ ഇലക്ട്രോൺ EG1. മനസ്സിലായോ? ഇതാണ് നമ്മുടെ കോൺഫിഗറേഷനായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രോങ് ഫീൽഡും വീക്ക് ഫീൽഡ് ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് വെച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ T2G ഓർബിറ്റിൽ നമുക്ക് DXY ഉണ്ട്, DXZ ഉണ്ട്, DYZ ഉണ്ട്. ആദ്യം ഓരോന്നും കണ്ടോ സിംഗിളി ഒക്കുപ്പൈ ചെയ്യും, അതിന് ശേഷം എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോ EGയിലോട്ട് പോകും. ഇവിടെ കണ്ടോ നമുക്ക് സ്പ്ലിറ്റിംഗ് എനർജി കുറവായതുകൊണ്ട് കണ്ടോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും, അവിടെ നടക്കുന്ന പ്രോസസ്സ് സ്പ്ലിറ്റിംഗ് ആണ്. അതുകൊണ്ട് T2Gയിൽ ഓരോന്നും ഹാഫ്ലി ഫില്ല് ചെയ്യും, അതിന് ശേഷം EGയിലോട്ട് പോകും. അപ്പോൾ ഈ കൺസെപ്റ്റും ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ എല്ലാ പ്രധാനപ്പെട്ട കൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും D ആൻഡ് F ബ്ലോക്ക് എലമെൻസും. അപ്പോൾ എല്ലാവരും ബോർഡ് എക്സാമിനേഷനായിട്ട് ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കൺസെപ്റ്റും നന്നായിട്ട് പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട 100% നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ബോർഡ് എക്സാം നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി എല്ലാവരും എക്സാം എഴുതുക. താങ്ക് യു ഓൾ ഓഫ് യു.